തനി നാടൻ വെറൈറ്റി മീൻകറിയാണ്. മല്ലി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെറിയ ഉള്ളി, അതിനൊക്കെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതിനൊക്കെ തന്നെ തക്കാളിയും, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം അവിടെ ഇങ്ങനെ അരിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ മീനുണ്ട്. ചെങ്കല വേണം നമ്മുടെ മീൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസിലൂടെ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബലപ്പെട്ടെന്ന് എന്നെ വിളിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തീ കത്തിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി ഇങ്ങോട്ട് വയ്ക്കാം, ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമുക്കത് ഇവിടെ നമ്മുടെ മല്ലി, അതിലേക്ക് കുരുമുളക്, വറ്റൽമുളക് എല്ലാം വറുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ, സ്വല്പം മാത്രം മതി, ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്കത് ആദ്യം മല്ലി ആയിട്ട് കൊടുക്കാം കേട്ടോ. മല്ലി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലി മാത്രമല്ല, നമുക്ക് മുളകും പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ കുരുമുളകും വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മല്ലി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കത് അടുത്തായിട്ട് ഇതിലേക്ക് വറ്റൽമുളകാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് വറുത്ത് വന്നാൽ പിന്നെ നമുക്ക് അടുത്തായിട്ട് കുരുമുളകാണ്, അപ്പോൾ അത് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വറുത്ത് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കെന്താ ഒരു ചട്ടി ഇവിടെ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവും കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് തീരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കാണുന്ന നമുക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കുക കേട്ടോ. കടുക് തീർച്ചയായിട്ടും ഒന്ന് പൊട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ വയസ്സ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി കൂടെ നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനൊക്കെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളും നമുക്കത് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. തനി നാടൻ രീതിയിൽ വെക്കുന്ന ഒരു കറിയാണ്. നമുക്ക് ഏതൊരു മീനായാലും നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്കത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് വെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും അതിനൊക്കെ തന്നെ അപ്പുറത്തിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ നമുക്കത് മിക്സിയുടെ ജാർ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ അത് മൂത്തുകൊണ്ടിരിക്കുക കേട്ടോ, നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് ഒരു 10-25 ചെറിയ ഉള്ളി എടുക്കണം. അതിനൊക്കെ തന്നെ ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ. ഇതിൽ കാണുന്നേക്കുന്ന അതേ ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കൂടെ അടയ്ക്കാം. അടച്ചിട്ട് നമുക്കത് അതും കൂടെ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് അത് കിട്ടും കേട്ടോ. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് ഒരു സ്പൂൺ വെച്ചാൽ കൂടെ നീക്കി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഒന്ന് നീക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഫുള്ളൊന്ന് നീക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നീക്കി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് മിക്സായി വരണം കേട്ടോ. ഇനി അടുത്തെടുത്ത് നമുക്കത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളകും അതിങ്ങനെ വറ്റൽമുളകും മല്ലിയും നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അപ്പോൾ അത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഐറ്റം കേട്ടോ. അടിപൊളി ഒരു ഐറ്റം കേട്ടോ. ആരും മിസ് ചെയ്യരുത്. അതിനൊക്കെ തീർച്ചയായിട്ടും ചാനലിലേക്ക് എന്ന് പറഞ്ഞാൽ ചാനലിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്കത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ആദ്യം നമുക്കെന്താ പറയുക, മിക്സിയുടെ ജാറിലേക്ക് വെച്ചൊന്ന് അരച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൂടെ അരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് മിക്സിയിലേക്ക് തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം, ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കേട്ടോ, ആവശ്യത്തിന് മാത്രം മതി. അത് ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് അടയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സി ഒന്ന് ഓൺ ചെയ്തൊന്ന് അരയ്ക്കാൻ പോകാൻ കേട്ടോ. അടുത്തിട്ട് നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പ് ഇവിടെ ഇങ്ങനെ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 സ്പൂൺ മതി. ചെറിയ സ്പൂണാണ്, 1/2 സ്പൂൺ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തിട്ട് നമുക്കത് ഉലുവപ്പൊടിയാണ്, ഒരു 1/4 സ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ഇതിലേക്ക് പുളിവെള്ളമാണ്, നേരത്തെ അരിച്ച് വെച്ചിരുന്ന പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് അതുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളം ചേർത്താണ് അരച്ചേക്കുന്നത്. ഇനി നമുക്കത് നമ്മുടെ ഈ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങ് ഫുൾ അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. മസാല തന്നെ ഒന്ന് മിക്സാക്കി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് എപ്പോഴും ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. നമ്മൾ 2 സ്പൂൺ ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അട്ടിപ്പൊളി ഒരു മീൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്കിതാ മീൻ നമുക്കിതാ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ, അത് ഉറപ്പ് തന്നെയാണ്. അതിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ ഇത് നമുക്ക് ചെങ്കലവയാണ്. നമുക്ക് ഏതൊരു മീനായാലും നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനൊന്ന് പൊടിഞ്ഞ് പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്തായിട്ട് കറിവേപ്പില കേട്ടോ. കറിവേപ്പില നമുക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അതിൽ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരു 5, 6, 7, 10 ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് അങ്ങോട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് മീൻ വേണം. അപ്പോൾ ഇനി നമുക്കൊരു എക്സ്ട്രാ 5 മിനിറ്റ് കൂടി വേണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഈ സമയം തീ കൺട്രോൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങ് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ് കേട്ടോ. അട്ടിപ്പൊളി നാടൻ കറിയാണ്. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഏതൊരു മീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കോരി കാണിച്ചാൽ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അട്ടിപ്പൊളി ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് തീർച്ചയായിട്ടും ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ദയവായിരുന്നു അടുത്തൊരു കിടിലൻ വീഡിയോ. ബൈ ബൈ.